ആ പഴയ നാലുകെട്ട് തറവാടിൻ്റെ അകത്ത് അവരുടെ ശബ്ദം മാത്രം ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇത്ര കാലം നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് എൻ്റെ ഭർത്താവാണ്. എൻ്റെ മക്കൾ അനുഭവിക്കേണ്ടതിനെല്ലാം പങ്കുപറ്റിയല്ലടി നീ വളർന്നത്. നിന്നെ വളർത്താനും പഠിപ്പിക്കാനും ചിലവാക്കിയ പണം ഉണ്ടായിരുന്നെങ്കിലേ ഇന്നെൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഈ ഗതികേട് വരില്ലായിരുന്നു. അവസാനം നിനക്ക് വേണ്ടി ആകെ ഉണ്ടായിരുന്ന വീടിൻ്റെ ആധാരം പോലും അങ്ങേര് പണയം വെച്ചു. അതൊക്കെ ആ മനുഷ്യൻ ചെയ്തതേ ഈ നന്ദിയില്ലാത്തവൾക്ക് വേണ്ടിയാണല്ലോ എൻ്റെ ഭഗവതി. ഇടയ്ക്ക് അടുക്കളയോട് ചേർന്നുള്ള ചെറിയ മുറിയിലേക്ക് എത്തി നോക്കിയാണ് സംസാരം. പക്ഷേ അനക്കമൊന്നും അറിയാനില്ല എന്ന് തോന്നിയതും അവർ വീണ്ടും പദം പറഞ്ഞ് കള്ളക്കരച്ചിൽ കരയാൻ തുടങ്ങി. അല്ലെങ്കിലും അവളെ എന്തിനാ പറയുന്നത്? തന്തയും തള്ളയും ആരെന്നറിയാതെ എവിടെ നിന്നോ ഈ പിഴച്ചു പറ്റതിനെ വലിച്ച് വീട്ടിൽ കയറ്റിയ അങ്ങേരെ വേണം പറയാൻ. ആ കാലമാട് നശിച്ചു പോകും. എൻ്റെ മക്കളുടേതല്ലേ അവൾക്ക് പങ്കിട്ട് കൊടുത്തത്. അങ്ങേർക്കല്ലെങ്കിലും അവളോടാണല്ലോ പ്രിയം. ചെറിയമ്മേ, ഒരു നിമിഷം തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ ചെറിയ പെണ്ണിലേക്ക് അവരുടെ കണ്ണുകൾ ഉടക്കി. വെളുത്ത് കാണാൻ നല്ല ഭംഗിയുള്ള പെണ്ണ്. ആരോ ഒന്നുകൂടെ നോക്കും. പക്ഷേ കരഞ്ഞു മുഖമാകെ നീര് വെച്ചിട്ടുണ്ട്. മതി, ഇനിയും ആ പാവത്തിനെങ്ങനെ പറയില്ലേ. ഞാൻ സമ്മതിച്ചാ പോരെ? എനിക്ക് സമ്മത. എൻ്റെ ജീവിതം തകർന്നാലും ഇവിടെയുള്ളവർക്കൊരു ജീവിതം കിട്ടുമെങ്കിൽ അത് മതി എനിക്ക്. ഈശ്വരമഠം. തറവാടിൻ്റെ അകത്തളത് ചെയറിലിരിക്കുകയാണ് മഹേശ്വരി. വയസ്സ് 80 കഴിഞ്ഞെങ്കിലും അവരുടെ മുഖവും സംസാരവും പെരുമാറ്റവും എല്ലാം ഗൗരവവും പ്രൗഢിയും നിറഞ്ഞതാണ്. വെളുത്ത് മെലിഞ്ഞ് കാണാൻ അല്പം ഐശ്വര്യമുള്ള സ്ത്രീയാണെങ്കിലും സ്വഭാവം ഇപ്പോഴും അന്തസ്സിനും പണത്തിനും പുറകെ പോകുന്നതാണ്. പെട്ടെന്ന് ഈശ്വരമഠത്തിന് മുൻപിൽ ഒരു BMW കാറ് വന്നു നിന്നു. അതിൽ നിന്ന് സുമുഖനായി ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി ആ വീടിൻ്റെ അകത്തേക്ക് പോയി. ചന്ദ്രു, നിന്നോട് ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് ആ പിഴച്ചുണ്ടായ സന്തതിയുടെ പുറകെ നടക്കരുതെന്ന്. അവൻ ആ ആട്ടക്കാരിയുടെ മകൻ അവനെ നീ ഏട്ടായെന്ന് വിളിക്കുന്നു. ഓരോ നിമിഷവും വിള്ളൽ വീഴുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ അന്തസ്സിന് മുകളിലാണ്. ഈ വീടിൻ്റെ പ്രൗഢിയുടെ മേലെയാണ്. തൻ്റെ കൊച്ചുമകനെ നോക്കിക്കൊണ്ട് വീറോടെ അതിലുപരി ഗൗരവത്തോടെ അവർ പറഞ്ഞു. എന്നാൽ അവരെ നോക്കി ചന്ദ്രുവും സംസാരിച്ചു തുടങ്ങി. സത്യത്തിൽ ഇപ്പോൾ പുച്ഛിച്ചില്ലേ ആട്ടക്കാരിയുടെ മകൻ, പിഴച്ചുണ്ടായ സന്തതിയെന്ന്? വലിയ മനുഷ്യൻ്റെയും അദ്ദേഹത്തിൻ്റെ അമ്മയുടെയും കാലിനിടയിൽ കിടക്കാനുള്ള യോഗ്യത പോലും ഈ പറയുന്ന അച്ചമ്മയ്ക്കില്ല. വർഷങ്ങൾക്ക് മുൻപ് അവർ തന്നതാണിപ്പോൾ തലയിൽ വെച്ച് നടക്കുന്ന പ്രൗഢിയും ഗംഭീരവും അന്തസ്സും. അവരെ നോക്കി പുച്ഛത്തോടെ അത്രമാത്രം പറഞ്ഞുകൊണ്ട് ചന്ദ്രു തൻ്റെ മുറിയിലേക്ക് പോയി. എന്നാൽ മഹേശ്വരിയുടെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം എരിയുകയായിരുന്നു.